ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് റിഗ്രഷൻ ഇക്വേഷൻസ് യൂസിങ് റിഗ്രഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന ഒരു പാർട്ടായിരുന്നു. അതിൽ നമ്മൾ റിഗ്രഷൻ കോഎഫിഷ്യന്റ് കാൽക്കുലേഷൻ ഒരു മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മൾ ബി ബൈ എക്സും ബി എക്സ് വൈയും കാൽക്കുലേറ്റ് ചെയ്യും, അതാണ് റിഗ്രഷൻ കോഎഫിഷ്യന്റ്. അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഈ ഒരു ബി വൈ എക്സിന്റെ കാൽക്കുലേഷൻ, നമ്മുടെ ക്വസ്റ്റനിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോറിലേഷൻ കോഎഫിഷ്യന്റും തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ബി വൈ എക്സും അതേപോലെ ബി എക്സ് വൈയും, അതായത് റിഗ്രഷൻ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ബി വൈ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ആർ ഇൻറ്റു എന്താണ് സിഗ്മ വൈ ഡിവൈഡ് ബൈ സിഗ്മ എക്സ് ആണ്. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എന്താണ് എക്സ് ആണ്. ബി വൈ എക്സ് ആണല്ലോ. അപ്പൊ ബി വൈ എന്ന് പറയുമ്പോൾ ആദ്യം മുകളിൽ വരുന്ന എന്താണ് നോമിനേറ്റർ വൈ ആണെന്ന് മനസ്സിലാക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ആണ്. ഇനി ബി എക്സ് വൈ ആകുമ്പോൾ ആർ ഇൻറ്റു എന്താണ് സിഗ്മ എക്സ് ഡിവൈഡ് ബൈ സിഗ്മ വൈ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ആണ്. അതായത് ഇവിടെ എക്സ് ആണ് ആദ്യം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയും എക്സ് ആണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. നേരത്തെ നമ്മൾ റിഗ്രഷൻ ലൈൻ എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സിന്റെ ഇക്വേഷൻ പറഞ്ഞിരുന്നു. വൈ ഓൺ എക്സിന്റെ ഇക്വേഷൻ എന്താണ്? വൈ മൈനസ് വൈ ബാർ ഈസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ആണ്. റിഗ്രഷൻ ലൈൻ എക്സ് ഓൺ വൈ എന്നാണ്. എക്സ് മൈനസ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ക്ലാസ് നിർബന്ധമായിട്ടും വാച്ച് ചെയ്യുക. നമ്മൾ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The following is the data related to the sales revenue and the amount spent on advertisement during the last 10 months. ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ അഡ്വർടൈസ്മെന്റും സെയിൽസും ആണ് തന്നത്. അതിന്റെ അരിത്തമെറ്റിക് മീനും തന്നിട്ടുണ്ട്, അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. അഡ്വർടൈസ്മെന്റിന്റെ 20, അതേപോലെ സെയിൽസിന്റെ 180 അരിത്തമെറ്റിക് മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 315. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, അതായത് ആർ എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 0.864 എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത് കാൽക്കുലേറ്റ് ടു റിഗ്രഷൻ ലൈൻസ്, predict the sales if the amount spent for advertisement is 30, estimate the amount to be spent for advertisement if targeted sales is 200. അതായത് നമ്മുടെ എക്സും വൈയുടെയും വാല്യൂ ആണ് തന്നിട്ടുള്ളത്. ഒന്ന് എക്സ് ആയിട്ടും നമ്മൾ മറ്റൊന്ന് വൈ ആയിട്ട് എടുക്കുന്നു. ഇപ്പൊ അഡ്വർടൈസ്മെന്റിനെ എക്സ് ആയിട്ട് എടുക്കുന്നു, സെയിൽസ് എന്ന് പറയുന്നത് വൈ ആയിട്ട് എടുക്കുന്നു. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ആദ്യം തരുന്നത് എന്താണ്? predict the sales, അതായത് predict the y if the x is equal to 30 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇനി estimate the amount to be spent for advertisement if targeted sales is 200. അത് നേരെ ഓപ്പോസിറ്റ് വരും. അപ്പൊ ഇതിനെ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റനിൽ തന്നിട്ടുള്ള കാര്യങ്ങള് കോറിലേഷൻ കോഎഫിഷ്യന്റ് 0.864 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്, അതാണ് നമ്മൾ അഡ്വർടൈസ്മെന്റിനെയാണ് എക്സ് ആയിട്ട് എടുക്കുന്നത്, 3 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ, സെയിൽസിനെയാണ് നമ്മൾ വൈ ആയിട്ട് എടുക്കുന്നത്, 15 ആണ്. എക്സ് ബാർ, അതായത് അഡ്വർടൈസ്മെന്റിന്റെ മീൻ ആണ് 20, അതേപോലെ സെയിൽസിന്റെ മീൻ വൈ ബാർ സിക്കൽ 180 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത് എന്താണ് റിഗ്രഷൻ ലൈൻ വൈ ഓൺ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. വൈ ഓൺ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിന് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? വൈ മൈനസ് വൈ ബാർ ഈസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ആയിരുന്നു ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ബി വൈ എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ബി വൈ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ് നമ്മൾ പറഞ്ഞത്? ആർ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആണ്. ഓക്കെ, അതായത് എങ്ങനെ വരും? 0.864 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ എന്താണ്? 15 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് 3 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? 0.864 ഇൻറ്റു 15 ഡിവൈഡ് ബൈ 3 എന്ന് പറഞ്ഞിട്ടും 5 എന്ന് കിട്ടും. അതായത് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4.32 എന്ന് ആൻസർ കിട്ടും. അപ്പൊ നമ്മൾ ഈക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. വൈ മൈനസ് വൈ ബാർ എത്രയാണ്? 180 ആണ്. ഈസ് ഈക്വൽ ടു ബി വൈ എക്സ് 4.32 ഇൻ എക്സ് മൈനസ് എക്സ് ബാർ എത്രയാണ് ക്വസ്റ്റനിൽ തന്നത്? 20 ആണ്. നമ്മൾ ക്വസ്റ്റനിൽ ഉള്ളതാണ് 20 ആണ് എക്സ് ബാറിന്റെ വാല്യൂ വരുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെ വരും? വൈ മൈനസ് 180 ഈസ് ഈക്വൽ ടു 4.32 ഇൻറ്റു എക്സ് എത്ര വരും? 4.32 എക്സ് മൈനസ് 4.32 ഇൻറ്റു മൈനസ് 20 മൈനസ് 86.4 എന്ന് വരും. ഇനി ഇതിനൊന്നും കൂടെ മാറ്റുന്നു, ഇതിനെ അങ്ങോട്ടേക്ക് എടുക്കുന്നു. അപ്പൊ y is equal to 4.32 x മൈനസ് 86.4 ഇതിനങ്ങോട്ടേക്ക് ഇടുമ്പോൾ എന്താവും? പ്ലസ് ആവും, പ്ലസ് 180 എന്നാകും. ഓക്കെ, അതായത് y is equal to 4.32 x. അപ്പൊ 180 നിന്നും 86.4 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 93.6 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക,
നമ്മുടെ ക്വസ്റ്റനിൽ എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്വസ്റ്റനിൽ പറയുന്നത് എന്തായിരുന്നു? പ്രെഡിക്ട് ദി സെയിൽസ് ഇഫ് ദി എമൗണ്ട് സ്പെൻഡ് ഫോർ അഡ്വർടൈസ്മെന്റ് ഈസ് ₹30 ആണ്. അഡ്വർടൈസ്മെന്റിന് ഉപയോഗിക്കുന്നത് 30 ആണെങ്കിൽ, അതായത് എക്സ് എന്ന് പറയുന്നത് 30 എന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ നമുക്ക് കൊടുത്താൽ വൈയുടെ വാല്യൂ കിട്ടും. y is equal to 4.32 into 30 plus 93.6 ആണ്. ഓക്കെ, 129.6 plus 93.6 എന്ന് കിട്ടും. 223.2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇതേപോലെ തന്നെ റിഗ്രഷൻ ലൈന് എക്സ് ഓൺ വൈ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എക്സ് മൈനസ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ എന്നുള്ളതാണ് ഇക്വേഷൻ. അതിൽ ബി ബൈ എക്സ്, അതിൽ ബി എക്സ് വൈ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ആർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ആണ്. അതായത് ആർ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുള്ളതാണ് 0.864 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് 3 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ 15 ആണ്. അപ്പോൾ 3 ഡിവൈഡ് ബൈ 15 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 0.864 ഇൻറ്റു 0.2 എന്ന് കിട്ടും. ദറ്റ് ഈസ് ഈക്വൽ ടു 0.173 എന്ന് നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് നമ്മൾ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. എക്സ് മൈനസ് 20, എക്സ് ബാർ എന്ന് പറയുന്നത് 20 ആണ്. ഈക്വൽ ടു 0.173 ഇൻറ്റു വൈ മൈനസ് 180, അതായത് വൈ ബാർ എന്ന് പറയുന്നത് 180 ആണ്. അപ്പൊ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി എന്ത് വരും? എക്സ് ഈസ് ഈക്വൽ ടു 0.173 വൈ മൈനസ് 11.14 എന്ന് കിട്ടും. നെക്സ്റ്റ് നമ്മൾ വൈയുടെ വാല്യൂ അപ്ലൈ ചെയ്യുന്നു. വൈയുടെ വാല്യൂ എത്രയാണ്? 200 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 34.6 മൈനസ് 11.14 ദാറ്റ് ഈസ് ഈക്വൽ ടു 23.46 എന്ന് ഫൈനൽ ആൻസർ കിട്ടും. അത് ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. വീണ്ടും കാണാം. താങ്ക് യു.